ഡൽഹിയിൽ മതിൽ ഇടിഞ്ഞു വീണ് 7 പേർ മരിച്ചു. പരിക്കേറ്റ 4 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കനത്ത മഴയെ തുടർന്നാണ് മതിൽ ഇടിഞ്ഞു വീണത്. MG മിഥുൻ വിവരങ്ങൾ നൽകും. മിഥുൻ, ഇതെവിടെയാണ് സംഭവം? മതിൽ എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ്? എൽദോ, ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി ഡൽഹി ഹരിനഗറിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് ഒരു ക്ഷേത്രത്തിന്റെ മതിലാണ് ഈ കനത്ത മഴയെ തുടർന്ന് ഇടിഞ്ഞു വീണതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ട്. അതായത് കഴിഞ്ഞ ദിവസം വൈകിട്ട് മുതൽ രാജ്യതലസ്ഥാനത്ത് വലിയ രീതിയിലുള്ള മഴ അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോഴും അതിശക്തമായ മഴ അവിടെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കനത്ത മഴയിലാണ് ഈ മതിൽ ഇടിഞ്ഞു വീഴുകയും അതിന് തൊട്ട് സമീപം, അതായത് ഈ ക്ഷേത്രത്തിന് സമീപം ഈ ഒരു ചേരി പ്രദേശമാണ്. അവിടെ നിരവധി ചെറിയ ചെറിയ വീടുകൾ ഉണ്ടായിരുന്നു. ആ മേഖലയിലേക്കാണ് ഈ മതിലിടിഞ്ഞു വീഴുകയും അതിൽ 11 പേരെ ഇപ്പോൾ പിന്നീട് ഈ രക്ഷാപ്രവർത്തനത്തിനെ കണ്ടെത്തി. അതിൽ 7 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 4 പേരെ ഗുരുതര പരിക്കുകളോടുകൂടി സമീപത്തെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ കൂടുതൽ പേരാരെങ്കിലും പെട്ടിട്ടുണ്ടോ എന്നടക്കമുള്ള പരിശോധന നടക്കുകയാണ്. കാരണം ക്ഷേത്രത്തിന്റെ മതിലാണ്, വളരെ പൊക്കമുള്ള മതിലാണ്. ക്ഷേത്രത്തിനകത്ത് ഇത് വലിയ രീതിയിൽ വെള്ളക്കെട്ടുണ്ടാവുകയും തുടർന്ന് മതിൽ പൊടുന്നനെ ഇടിഞ്ഞ് സമീപത്ത്, അതായത് തൊട്ട് സൈഡ് ഈ മതിലിനോട് ചേർന്ന് തന്നെയായിരുന്നു ഈ വീടുകളൊക്കെ ഉണ്ടായിരുന്നത്. ആ മേഖലയിലേക്കാണ് ഈ മതിൽ ഇടിഞ്ഞു വീഴുകയും ഈ ദാരുണമായ സംഭവം ഉണ്ടാവുകയും ചെയ്തു. ഇതിൽ 7 പേരിൽ 2 പേർ സ്ത്രീകളും 2 പേർ കുട്ടികളുമാണ് എന്നുള്ളതാണ് ലഭ്യമാവുന്ന വിവരം. അങ്ങനെ 7 പേരുടെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. 4 പേരെ പരിക്കുകളോടുകൂടി സമീപത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൂടുതൽ പേർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നടക്കമുള്ള പരിശോധനകൾ ഇപ്പോൾ നടക്കുകയാണ്. ഫയർഫോഴ്സിൻ്റെയും ഒപ്പം തന്നെ പോലീസിൻ്റെയും ഒക്കെ നേതൃത്വത്തിലാണ് ഈ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയും ചെയ്യുന്നത്. കാരണം അതിശക്തമായ മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മതിലിൻ്റെ ഒരു വശം മുഴുവനും, അതായത് ഈ ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടുകൾ ഏകദേശം ഒരു 2 ആൾ പൊക്കത്തിൻ്റെ അത്രയും ഉയർച്ചയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അത്തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അത്രത്തോളം നീളത്തിൽ, ഒരു 50 മീറ്ററോളം നീളത്തിൽ ഇങ്ങനെ മതിലുണ്ടായിരുന്നു. അതിനോട് ചേർന്നുകൊണ്ടായിരുന്നു ഈ വീടുകളുണ്ടായിരുന്നത്. അതായത് ചെറിയ കുടിലുകളായിരുന്നു. അവിടെ താമസിച്ചിരുന്ന സാധാരണക്കാരായിട്ടുള്ള, വളരെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളായിരുന്നു. അവർ ഈ ആക്രികളൊക്കെ ശേഖരിച്ച് അത് വിറ്റ് കഴിയുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് ഈ അപകടത്തിൽ പെടുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും വളരെ ദാരുണമായ സംഭവം തന്നെയാണ് ഡൽഹി തലസ്ഥാനത്ത് നിന്ന് ഇപ്പോൾ ലഭ്യമാകുന്നത്. എൽദോ, മിഥുൻ, ഈ പരിക്കേറ്റവരുടെ ഒരു ആരോഗ്യനിലയെ പറ്റി റിപ്പോർട്ട് വരുന്നുണ്ട്. എന്താണ് അവസ്ഥ? അത് ഈ കൂറ്റൻ മതിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ വീടുകളൊക്കെ തകർന്ന് അതിനുള്ളിൽ പെട്ടവരാണോ ഇത്തരത്തിൽ ഇങ്ങനെ പരിക്കേൽക്കുകയും മരണം സംഭവിക്കുകയൊക്കെ ചെയ്തത്? എല്ലാം അങ്ങനെ തന്നെയാണ്. കാരണം ഈ പൊടുന്നനെ ഈ വീടുകളിലേക്ക്, അതായത് നമുക്കറിയാം ചേരി പ്രദേശമാണ്, അങ്ങനെ ഈ കോൺക്രീറ്റ് കെട്ടിടങ്ങളൊന്നും അല്ല എന്നുള്ളതാണ്. വളരെ മറ്റേ ഈ ഷീറ്റുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പലകളൊക്കെ അടിച്ച് ചേർത്തുണ്ടാക്കിയ ചെറിയ വീടുകൾ, ചെറിയ കുടിലുകളിൽ നിന്ന് തന്നെ നമുക്ക് പറയാം. അതിന് മുകളിലേക്കാണ് ഈ പൊടുന്നനെ മതിലിടിഞ്ഞ് വീഴുകയും ചെയ്തത്. അതിനുണ്ടായിരുന്നു ഈ ആളുകൾ എന്നുള്ളതാണ്. ആ മേഖലയിൽ തന്നെ കുറച്ചധികം വീടുകളുണ്ട്. അതിന് മുകളിലേക്കാണ് വീഴുകയും ചെയ്തിട്ടുള്ളത്. അതിൽ ഈ 11 പേരെയാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ 7 പേർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറെ ദുഃഖകരമായിട്ടുള്ളത്. പിന്നീട് 4 പേരുടെ പരിക്ക് അതീവ ഗുരുതരമാണ് എന്നുള്ളതാണ്. അവരെ ഉടൻ തന്നെ സമീപത്തെ ആശുപത്രിയിലേക്ക് പോയിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ചികിത്സാ സഹായവും ചെയ്യണം എന്നുള്ള നിർദ്ദേശം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ആരോഗ്യ മന്ത്രാലയം ഇക്കാര്യത്തിൽ ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഈ മേഖലയിൽ പരിശോധന തുടരുകയാണ്. കാരണം ഈ അവശിഷ്ടങ്ങൾ, ഈ മതിലിൻ്റെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്തുകൊണ്ട് അവിടെ നിന്ന് പരിശോധനകൾ ഇപ്പോൾ നടത്തുകയാണ്. അതിൽ ആരെങ്കിലും ഉള്ളിൽ പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. അതായത് ഈ മധ്യഭാഗത്താണ് ഈ മരിച്ച ആളുകളൊക്കെ ഈ ആളുകളുണ്ടായിരുന്നത്. അതിൽ ഒരു കുടുംബത്തിലെ 4 പേർ മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് ഈ മധ്യഭാഗത്തുള്ള പരിശോധനയിലാണ് ഈ 7 പേരെ മരണപ്പെട്ട നിലയിലും ഒപ്പം തന്നെ 4 പേരെ പരിക്കുകളോടെയും കണ്ടെത്തിയിരിക്കുന്നത്. മറ്റ് അങ്ങോട്ടുള്ള ഭാഗങ്ങളിൽ കൂടി പരിശോധന ഇപ്പോൾ വ്യാപിപ്പിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഈ അവശിഷ്ടങ്ങൾ, ഈ മതിലിൻ്റെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതാണ്. ഒരു വലിയ മതിലാണ് എന്നുള്ളതാണ്. ഒരു 2 ആൾ പൊക്കം വരുന്ന മതിൽ, അത്രത്തോളം രീതിയിൽ, അതായത് അതിന് സമീപത്താണ് ഈ വീടുകൾ ഇങ്ങനെ കെട്ടിക്കൊണ്ടിരുന്നത്. അതിനപ്പുറത്ത് മറുവശത്തൊരു ക്ഷേത്രമാണ് എന്നുള്ളതാണ്. ആ ക്ഷേത്രത്തിൽ ഈ വെള്ളക്കെട്ടുണ്ടാവുകയും കഴിഞ്ഞ ദിവസത്തെ ഈ മഴയിൽ, ശക്തമായ മഴയിൽ വെള്ളക്കെട്ടുണ്ടാവുകയും ചെയ്താണ് ഈ ഒരു അപകടത്തിലേക്ക് വഴിവെക്കുകയും ചെയ്തത്. എന്തായാലും നിലവിൽ ഈ പരിക്കേറ്റവരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് അവിടെ നിന്ന് ലഭ്യമാകുന്നത്. MG മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. ഡൽഹിയിലാണ് ഇത്തരത്തിലൊരു അപകടം, മതിലിടിഞ്ഞു വീണാണ് മരണം സംഭവിച്ചത്. 7 പേർക്കാണ് ജീവൻ നഷ്ടമായത്. പരിക്കേറ്റ 4 പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ്.